എന്തിന് പറയണോ? രാത്രി ആവാൻ നേരത്ത് ഒരു വിധത്തിൽ കണ്ണടയ്ക്കാൻ നോക്കൂല. എന്ത് ആ പൊടുപൊടാ കേക്കും ആ സിറ്റിയില് ആ കല്ലു ഇറക്കി എറിയും പോലെ പൊടുപൊടാ കേക്കും. ആ അപ്പൊ നമ്മൾ കേക്കും അരന്ന് രാത്രി കാക്കകളൊന്നും ഇല്ലല്ലേ, പകലല്ലേ കാക്ക ഉള്ളത്. പകലാണെങ്കിൽ കാക്കയെന്നും പറഞ്ഞ് നമുക്ക് ഓടിക്കാം, രാത്രി ഓടിക്കാക്കോ കാക്കയെന്ന് പറഞ്ഞു. ഞാൻ ഇതാണ് പറയണേ, കേട്ട് പൂട്ടിയിട്ട് പോലീസിന് കടലാസ് കൊടുക്കണം. രണ്ടെണ്ണത്തിന് വരിക. അത് എത്ര രൂപയാകുമെന്ന് അത് എൻ്റെ പൈസ ഇല്ല. പൈസ ഉണ്ടായിരുന്നെങ്കിൽ പരാതി കൊടുക്കാൻ പോവായിരുന്നു. പൈസ ഉണ്ടെങ്കിലേ പൈസ ഉണ്ടെങ്കിൽ പരാതി കൊടുക്കുമായിരുന്നാ പോയി. എനിക്ക് പണ്ട് പരാതി കൊടുക്കുമായിരുന്നോ? പണ്ട് അച്ഛൻ കൊണ്ട് കൊടുക്കണമായിരുന്നു. നിങ്ങൾ പരാതി കൊടുക്കൂലേ? ഞാൻ കൊടുക്കൂല. പിന്നെ നിങ്ങൾ പേരൂർക്കട സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് പോണതാ? പൈസ ഇല്ലാത്തോണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. പൈസ ഉണ്ടാക്കിയേ പോകാം, അല്ലാതെ എഴുത്തുകൂലി കൊടുക്കണ്ടേ. എഴുത്തുകൂലി കൊടുക്കണോ അല്ലേ? എത്ര രൂപ എഴുത്തുകൂലി കൊടുക്കും? എഴുത്തുകൂലി 20 രൂപയാവും. 20 രൂപയാവോ? 20 രൂപയാവും. ഇപ്പൊ എത്രയാക്കോ? ഇപ്പൊ എത്രയാന്ന് എനിക്കും അറിഞ്ഞൂടാ. അറിയാറ് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കണത്. ഒന്നും കേട്ടുകൂടാ എനിക്ക്. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കണത്. പൈസ ഉണ്ടെങ്കിൽ ചെയ്യാക്കോളൂ. നമുക്ക് എന്താ ചെയ്യണേ? ഇപ്പം അവിടെയൊക്കെ ചോരും. ഇപ്പം ചോരണില്ലല്ലോ. ചോരും രണ്ട് കയ്യിൽ പുറത്തന്നെ. അമ്മ അത് കയ്യാലപ്പുറത്തുനിന്ന് വെള്ളം വിഷറി അടിക്കണത്, വെള്ളേ വീശി അടിക്കണതിനെയാണ് ചോരണത്, അല്ലാതെ നമുക്ക് അവിടെ ചോരൂല. ഓ, മഴ പെയ്യുമ്പോൾ ജനലിൽ കൂടെ വിഷറി അടിക്കണത്. നമ്മൾ ജനൽ അടപ്പില്ലല്ലോ, അടച്ചിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതുവഴി വെള്ളം വീണതാണ് ആ കയ്യാല പുറത്തുനിന്ന് നിങ്ങൾ പറയണ. ജനലിൽ കൂടെയല്ലേ വെള്ളം വീണാ? അത് തന്നെ, ജനലിൻ്റെ ഇടയിൽ കൂടെയല്ലേ വീണാ? അത് വെള്ളം വീണതമ്മ, മഴ പെയ്യുമ്പോൾ തെറിക്കണത്. കണ്ടിന്റെ പുറത്തേക്കും രാത്രി പാതിരാവുമ്പോൾ നമുക്ക് കടക്കടക്ക പോല ഡമ്മന്ന് കേക്കും. ചിച്ചി മോളൊക്കെ കല്ലി പാടിക്കുക ഡമ്മനെ കേക്കോ? അപ്പൊ അത് അരന്ന് കേക്കും, അരന്ന് കേക്കും. അപ്പൊ കുറച്ച് നേരത്തേക്ക് വേണ്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങുമല്ലേ? വീണ്ടും തുടങ്ങും. അപ്പൊ ഈ വെളുക്കുന്നവര് അപ്പൊ നിങ്ങൾ വെളുക്കണവരെ ഉണർന്നിരിക്കോ? ഉറങ്ങോ? കിടന്ന് ഉറങ്ങും. ഉണങ്ങിയിരിക്കൂലേ? ഉണർന്നിരിക്കൂല തന്നെ. കണ്ണ് ഉടച്ച് ഉറങ്ങും. ഹണി ബാ ബാ. നിന്റെ തലേന്നാണ് കൊണ്ടുപോയത്. എവിടെ കൊണ്ടുപോയാ? ആശുപത്രി കൊണ്ടുപോയാ? അടയെ കെട്ടി കരുതിയെ കെട്ടിയിട്ട് അടയെ കെട്ടി കൊണ്ടുപോയി. ഇതും കൂടെ ഓടും. താൻ്റെ അത് ശ്വസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് കക്കി ഇതല്ലേ കക്കിയത്, ഇവിടെയല്ലേ കക്കോൻ്റെ കിടക്കണം. അല്ലമ്മ, പട്ടിയെ എല്ല് തിന്നിട്ട് അതിൻ്റെ വയറ്റിനകത്ത് ദഹിക്കാതെ കിടക്കണം. എല്ല് ദഹിക്കാതെ വാക്കില്ലാതെ കിടക്കണോണ്ടാണ് അത് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ആശുപത്രി കൊണ്ടുപോയല്ല, ഡോക്ടർ പറഞ്ഞു അതിൻ്റെ വാക്കില്ലാതെയാണ് എല്ല് കിടക്കണം. അതിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനും പറ്റൂല. ഇനി അത് മരുന്ന് കൊടുത്ത് വയറ്റിൽ കൂടെ വെളിയിൽ വരുമോയെന്ന് നോക്കണം. ഞാൻ പട്ടിയൊന്നും വളർത്തിയിട്ടില്ല, എനിക്ക് അപ്പം അവൻ കൊണ്ടുപോയി ഞാൻ നോക്കും. അവനല്ലേ വളർത്തണം. പട്ടി നീ ചെറുതാണ് അതിൻ്റെ കൂടെ
ഇത് ഞാൻ ഇതിനാണ് തുറക്കാത്തത്. ഇത് തുറന്നാൽ ചാടി ചാടി മുഖത്ത് നാക്കും. നീ ഇപ്പോൾ ഫോട്ടോ എടുക്കാത്തത് ഫോട്ടോ എടുക്കാൻ നേരം വേണ്ടേ? എന്താ ചെയ്യാലും ഞാൻ ഈ പാവാടയും ആ ഉടുപ്പും കഴുകിയിട്ട് അതും ഫോട്ടോ ആയിട്ട് എന്തൊരു ബന്ധം? അത് കഴുകിയിട്ട് ഉം. മറ്റേ ആ വെള്ളം വേണം ഇന്ന നീ പറയും മൂത്താണ് പോയിച്ച് അതിനെ കൊമല എഴുതിയിട്ടെന്ന് ഓ പിന്നെ മൂത്രവും വെള്ളം എനിക്ക് അതിനെ തിരിച്ചറിഞ്ഞില്ല. കഴുകിയിട്ട് പൊടിയാണ്. അതിനെ കഴുകിയിട്ട് ആ പാവാടയും കഴുകിയിട്ട് ആ നൈറ്റിയും കഴുകിയിട്ട്. ഇന്ന് കുളിച്ചാ? ഇന്ന് കുളിച്ചില്ല. കുളിക്കും. ഉച്ചക്ക് ഉച്ചക്കിന് ഏത് മണി? 3:30 കഴിഞ്ഞ്. 3:30 കഴിഞ്ഞു. ഉം. ഞാൻ കുളിക്കാൻ പോണു. ഉം. നിങ്ങൾക്ക് കുളിക്കണല്ലേ? എനിക്ക് പിന്നെ പോയി കുളിക്കും. ആ പോയി കുളിക്കും. പോയി പാട്ടി തുണി അവിടെ തോട്ട് വെച്ചിട്ട് ആ മറ്റേ നച്ചിയെടുത്തിടാം. ആ ഉണങ്ങിയ തോർത്ത് അവിടെ കൊണ്ടുപോയിട്ടേക്കണം. പാട്ടി ഉടുപ്പ് കീറി കിടക്കണല്ല. ഉടുപ്പ് കീറി കിടക്കണല്ല. ഉടുപ്പ് തയ്യല് കിട്ടിയായി. എങ്ങനെ കീറി? ഞാൻ തച്ച് തരാം. പുതിയ നൈറ്റികളൊന്നും ഇടണില്ലല്ലേ? പുതിയ നൈറ്റിയ അതില്ലേ ഉള്ളൂ. അതേ അത് ഇടാത്തത്. അത് മറ്റത് ഞായിട്ടൊക്കെ കൈ കൊണ്ടുപോയിട്ട് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉടുപ്പ് കണ്ടില്ലെന്ന് പറഞ്ഞ ആ ഉടുപ്പ് കിട്ടിയാ? അത് എടുത്ത് ഇട്ടിട്ട് ഞാൻ കഴുകി. അത് എവിടുന്ന് കിട്ടിയ ഉടുപ്പ്? കൊണ്ടുവന്നത്. അതേ നമ്മ അത് കണ്ടില്ല എന്ന് പറഞ്ഞ ഉടുപ്പ് എങ്ങനെ കിട്ടി? അലമാരിക്കകത്തുണ്ടായിരുന്നാ? അപ്പം ഞാൻ ഇന്നലെ ഇത് പറഞ്ഞല്ലോ, അലമാരിക്കകത്ത് തുണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ ഉടുപ്പ് മാത്രമേ ഉള്ളൂ. പാവാട ഒന്നും ചെയ്യൂല. ഈ പാവാടയ്ക്ക് എന്ത് കുഴപ്പം? പുതിയ കുഴപ്പം? പാവാട ഒന്നും ഈ കാലിൻ്റെ അവിടെ വേണ്ട തയ്യലിന് വിട്ടു പോകും. അമ്മ പാവാടയൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ അമ്മ തയ്യലൊക്കെ വിടും. അപ്പം ഞാൻ പാവാട ഉടുക്കില്ല. ഇതിനകത്തൊരു വീണത്. ഇത് കല്ലെടുത്തെറിഞ്ഞതാ? അമ്മ ഇത് ദാണ്ട് ഈ ആത്തിച്ചക്കയുടെ കുരു വീഴണതമ്മ. അതാണ്ട് ഈ ആത്തിച്ചക്ക ദാണ്ട് തിന്നിട്ട് കാക്കകൾ തിന്നുമ്പോൾ കുരു വീഴണതാണ് നിങ്ങൾ ഈ കേൾക്കണത്. നിങ്ങളുടെ എത്ര പേര് കാവല് നിങ്ങൾക്ക്? ഈ വെള്ള തോർത്ത് നനയ്ക്കല ഇത് അത് വെള്ളത്തോർത്ത് അത് മാറ്റിയിട്ട വെള്ളത്തോർത്ത് വേണ്ട. ഇന്നലെ ഞാൻ എല്ലാം അടക്കി മടക്കിയൊക്കെ വെച്ചതല്ലേ അമ്മ. അതിനെ വീണ്ടും എടുത്ത് വെളിയിട്ട എന്തിന്? അത് മടക്കി അതിനകത്ത് മടക്കി അതിനകത്തോട്ട് അങ്ങ് വെച്ചാണ്. കാണട്ടെ ഞാൻ എങ്ങനെയാണ് തുണി മടക്കണേന്ന്. മടക്കി വയ്ക്കമ്മ, മടക്കി വൈ. ഞാൻ വച്ചതുപോലെ മടക്കി വെച്ചാണ്, ചുരുട്ടി വയ്ക്കാനല്ല, മടക്കി വെച്ചാണ്. കൈ ഇപ്പം മടക്കാനൊക്കെ അറിയാമല്ലേ? ഇതിങ്ങനെ അല്ലല്ല അമ്മ ഇന്നലെ ഞാൻ അടുക്കി വെച്ചിരുന്നത് ഈ തുണികൾ. ഇരിക്കണം, ആ പൂച്ച ഇരിക്കണൊക്കെയാണ്. ഈ പൂച്ച ഇതാ നിങ്ങളെ വീട്ടിൻ്റെ മേളിലാണ് പൂച്ച ഇരിക്കണം. കണ്ടോ? ഞാൻ ഇന്നലെ വന്ന് എത്ര സമയം എടുത്താണ് ഈ തുണി മുഴുവൻ ഞാൻ അടുക്കി പറക്കി വെച്ചത്.
അടയണില്ല അലമാര. ഇവിടെ പൊട്ടിയിട്ട് കിടക്കണം. ഇവിടെ പൊട്ടിയിട്ട് കിടക്കാനിട്ട് നമുക്ക് തുറക്കാനില്ല. എണ്ണയൊന്നും തേക്കണില്ലേ? എണ്ണയില്ലാരി. ഉള്ള എണ്ണ എടുത്ത് തേര്. എണ്ണ ഞാൻ ഇവിടെ വെച്ചിക്കണേ. ഇതേതെണ്ണയെന്നേ? ഇതേതെണ്ണ? നീര് പറഞ്ഞാൽ മതിയല്ല. ഇത് അത്രയും കൊത്തു, അത് അത്രയേ ഉള്ളു. നീ തണ്ടാതെ കൊത്തു വേണ്ട. നിന്റെ ഇടയ്ക്ക് മറ്റേ എണ്ണയും കൂടെ തേക്കാൻ നേരത്ത് മുടി അടക്കണം. മുടി വെട്ടണോ? അടക്കണം. മുടി വെട്ടണോ? വേണ്ട, മുടി വെട്ടിയാ മുഖത്തോട്ട് ആയിരിക്കും. ആര് പറഞ്ഞ? ഞാൻ എന്തായാലും കൊച്ചിന് മുടി വെട്ടാൻ പോണു. വേണമെങ്കിൽ കുറച്ച് വെട്ടിത്തരാം. വേണ്ട. അമ്മ മുടി വെട്ടിയാ വാരി കെട്ടാൻ വേണ്ടല്ല, കോതി ഇട്ടാ മതിയല്ല. അമ്മ മുടി കെട്ടിയാലേ, മുടി വെട്ടിയാൽ നമുക്ക് വാരി കെട്ടി വെക്കണ്ട. പിന്നെ ഈ ബണ്ണിൻ്റെയും റിബണിൻ്റെയും പിറകെ നടക്കണ്ട. വേണ്ട. ഇത് എന്തൊക്കെ നട്ടുകളഞ്ഞിട്ട് എണ്ണ വെച്ച് വെച്ചാൽ മതി. ഞാൻ എണ്ണ കാച്ചിയില്ല. ഞാൻ എണ്ണ കാച്ചിയില്ല. എന്താ വെച്ചണ? എന്തെന്ന്? നീലപ്രങ്ങാതി എണ്ണ കാച്ച. എന്ന്? ഉടനെ കാച്ച. ഇത് ഇവിടെ തീർന്ന്. പുതിയ എണ്ണ കൊള്ളാം. കൊള്ളാമോ? പാട്ടി അവിടെ ചെന്ന് എനിക്ക് ഞാൻ കുളിപ്പിച്ചു തരണോ? വേണ്ട. മുതിരെ കന്നുകൾ ചവിട്ടിയിട്ടേക്കും. മുതുവൊക്കെ ബാധയാകുമ്പോൾ അമ്മ മുതുകിലൊക്കെ ചകരിയിട്ട് തേച്ചാലേ അഴുക്കളവി പോവുള്ളൂ. അമ്മ ചവരിച്ച് അയക്കുമ്പോൾ പോകുന്നത് നീറ്റുകൊണ്ടിരിക്കും. നീറ്റല അഴുക്ക് പോണോണ്ടാണ് നമ്മൾ ചകിരിയൊക്കെ ഇട്ട് മുതുക് വൃത്തിയെ തേച്ചാലേ. തയ്ക്കാൻ നേരത്തെ കൊച്ചോടെ കൊച്ചു കളിക്കാൻ പോയി. ഇതോടാ അത് ഇളയത്, മൂത്തത് കളിക്കാൻ പോയി. എന്താടി? എന്താടി? സിനിമയ്ക്കോ? പുറത്ത് നനഞ്ഞ് ചെറുക്ക എന്തോ പുറത്ത് ആശയിട്ടില്ല. ഉണങ്ങിയിട്ട് എടുത്ത് പോത്താം. ചെറുക്ക എന്നെ വിളിച്ചാൽ ടിക്കറ്റ് എടുക്കാൻ പോയി. ഞാനില്ല അവൻ്റെ കൂടെ കളിക്കണേ. അവൻ എന്നെ വിളിച്ചാൽ അവൻ ടിക്കറ്റ് എടുക്കാൻ പോയി. പോട്ടി. അവൻ എന്നെ വിളിച്ചാൽ പോയി കളിക്കാൻ. മൂട്ടി
വീഴുന്ന ചക്ക താഴെ വീഴുന്നു. വീണാ? എന്ന് വീണാ? ഇന്ന് വീഴുന്നു. ഏത് ചക്ക? മൂട്ടിൽ അയ്യോ, അത് ഇന്നലത്തെ മഴയത്തെങ്ങാണ്ട് വീണയാണ്. അത് അത് അരുവി അഴിവിയാ? ഒന്ന് അരുവി ഒന്ന്. എന്നിട്ട് ആ ചക്ക എവിടെ? എന്തിനോ അവനെടുത്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറക്കി തിന്നൂന്ന് അറിയാന്നുള്ളതുകൊണ്ട് കളഞ്ഞു കാണും. ഞാൻ കളിച്ചില്ല. അവൻ തന്നെ കൂടെ പുട്ടാനൊക്കെ വരുന്നത്. അവനെടുത്തോണ്ട് വെച്ചോണ്ട് അവനെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ചെറുക്കനെ കണ്ടില്ലേ? ചെറുക്കൻ തോണ്ട് അപ്പുറത്തേക്കണം. തോണ്ട എനിക്കണി ചെറുക്കാൻ പടി 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 പടി. നീ എന്താ പറയാതെ പയ്യാ? ടിക്കറ്റ് കളിക്കാൻ ഞാനല്ലേ. വൈകിട്ട് കളിച്ചാ പോരെ? വൈകിട്ട് കളിക്കാന്? വൈകിട്ട് കളിക്കാം. ഇപ്പൊ എന്നെ അവിടെ കളിയാ? ഇപ്പൊ ഞാൻ ഇവിടെ ആ വൈകിട്ട് കളിക്കാം. പടി 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 പടി. വേണ്ട, എന്നാ യൂട്യൂബ് ഇട്ട് വേറെ കാണാ ഇങ്ങോട്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യടാ, അവൻ്റെ കൂടെയാണ് കളിക്കണേന്ന് പറ. ഞാൻ എന്നും ഇവന്റെ കൂടെയാണ് കളിക്കണം. 8 റൺസായി, 9 റൺസായി. ഒരു വേഗം 9. അവനെ ഒന്നും പറയല്ല. അവൻ മിണ്ടാതെ കേൾക്കും. ഞാൻ ചെന്ന് കുളിക്കാൻ പോണു. കുളിച്ചും കൊണ്ടിരിക്കാം. കുളിച്ചും കൊണ്ട് ഈ ഉടുപ്പ് കഴിയില്ല. കൊത്തു വെച്ചിട്ട് 1 മണിക്കൂറേറെ ഇരിക്കാം അവിടെ സോപ്പിരിക്കുകയല്ലേ. അതെടുത്തിട്ട് നൽകാം. ഇതും അവിടെ എന്ന് ചവറൊന്നും പറക്കണില്ലേ? നീ ഇവിടെ ചവറ്, നീ ഇവിടെയൊക്കെ തൂത്തുവാരി, ഇവിടെയൊക്കെ അതിന്ന് മഴ ആയോണ്ടാണ് ഞാൻ നേരത്തെ തൂത്ത് വാരിയത് കേട്ടാ. മഴ ആയോണ്ടേ അത് മഴ ആയോണ്ടേ നേരത്തെ തൂത്ത് വാരിയില്ലെങ്കിൽ ഇത് എനിക്ക് തോണ്ട ചക്ക. അവിടെ വെളിയിലേക്കിട്ടേക്കണം. ആ പെണ്ണിൻ്റെ വേല വിളഞ്ഞില്ലെന്ന് തോന്നണം. അത് വിളയുമ്പോൾ അടക്കാം. വിളയാറായി വരണതേ ഉള്ളൂ. അത് വിളഞ്ഞ് വരുന്നു. മഴ ആയപ്പോൾ ആകെ നശൂലായല്ലേ? മഴ ആയപ്പോൾ ഇതാണ്ട 2 പേരയ്ക്ക നിൽക്കണ്. ഇതാണ്ട വിളഞ്ഞില്ലമ്മ. അതൊക്കെ വിളയിട്ട് ആദ്യമായിട്ട് കാച്ചിയാണ് കേട്ടാ. ചെറുകായി 20 വന്നില്ല. തീരാതിയ കേട്ടോ. ഇപ്പേ ആഹാരം കൊടുത്താൽ മതി. പാവം. പാട്ടി 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 ചോറ് ചിക്കൻ അങ്ങാരി അങ്ങാരി ഉടുപ്പിട്ടിട്ടില്ല മക്കള്. നിങ്ങൾ അടക്കണേനൊത്ത് അത് തള്ളിക്കൊണ്ടിരിക്കണ. എന്നെ കൊണ്ട് സഹിക്കില്ല. നിങ്ങൾ അടക്കണേനൊത്ത് അത് തള്ളിക്കൊണ്ടിരിക്കണം.
നീ പടി കൂടെ കിടന്ന് ചാടുന്നു. നിങ്ങളെ ഈ വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ അറിയാലമ്മ. അങ്ങനെയല്ലമ്മ, അകത്തൂടെ കൊളുത്തി കൂടെ ഇട്. ഇനി കാട് ഇനി കുളിക്കാം. കുളിക്കാൻ പോ, തോർത്ത് വേണ്ടേ? ഈ തോർത്തെട്. നെയ് എല്ലാത്തിനെയും കൂടെ എടുക്കാതെ ഈ തോർത്തെട്. എല്ലാം കൂടെ എടുത്ത് നനച്ചിടാതെ. അത് അടയ്ക്കാൻ അടക്കി ഏത് ഈ പപ്പായ്ക്ക പപ്പയ്ക്ക് പഴുത്തിരിക്കണം അല്ലേ? അടക്കാം. ആ കസേര എങ്ങാനും ഇട്ടേ പറ്റുള്ളൂ. നിങ്ങളെ മോൻ വരട്ട്. നിങ്ങൾക്കുണ്ട് അടുത്തോടെ അടക്കാം. നിങ്ങൾക്ക് ഞാൻ അടക്കാം. ശാന്തമായ ഒരു ദിവസത്തെ ശോഭനയെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ കാമായാൽ എങ്ങനെയാണ്, അല്ലാത്തപ്പോൾ എങ്ങനെയാണ്, അങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക, അമ്മയുടെ രീതികൾ കാണിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ. നമ്മളെ സീറ്റ് ഇല്ലേ മറ്റേ ആശുപത്രി കൊണ്ടുപോയി, ആ ഡോഗിന് എല്ലെടുത്ത് വിഴുങ്ങി കളഞ്ഞു. അപ്പോൾ അതിൻ്റെ അതാണ്ട് ഹാർട്ടിൻ്റെ ഭാഗത്തായിട്ട് കുരുങ്ങി നിൽക്കുകയാണ്. അതാണ്ട നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് കുരുങ്ങി നിൽക്കണം. അത് പുറത്തോട്ടും പോവില്ല, അകത്തോട്ടും പോവില്ല. അതിനി എന്തൊരു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇവിടെ അത് എടുക്കാൻ പറ്റിയ, അതായത് ഹാർട്ടിൻ്റെയും ലെൻസിൻ്റെയും ഇടയ്ക്കാണ് കുരുങ്ങിയിരിക്കണം. അത് പലതും മനസ്സിലായ ഹാർട്ടാ ലെൻസാക്കാം. ഒന്നും ചെയ്യാനില്ല, അത് ചെയ്യാൻ വലിയ പാടാണ്. അതായത് ചീറ്റിയായി നീ പണി ഒപ്പിച്ചോ? ചീറ്റി ഇവക്ക് ലയനിയായിട്ടാണ് ആഹാരം കൊടുക്കാൻ പറഞ്ഞത് തന്നെ. അപ്പൊ ചീറ്റിക്ക് ഇനി പാപ്പം തരാം. പാപ്പം തരാം. കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ പാല് കുടിച്ചാൽ മതിയാ ചീറ്റി? ലായനി പോലെ, അതായത് കഞ്ഞിവെള്ളം കൊടുക്കാൻ പറഞ്ഞു. വിശപ്പുണ്ട്, പക്ഷെ എന്ത് വിശപ്പുണ്ട്, തട്ടിയിട്ട് തിരിച്ചു അങ്ങോട്ട് എന്തായിരുന്നാലും ഇനി പോവൂല. ഇങ്ങോട്ട് ഒമറ്റ് ചെയ്ത് പോകാൻ നിർവാഹമുള്ളൂ. ആ ഒമറ്റ് ചെയ്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒമറ്റ് ചെയ്യണ്ടേ? അതിന് ഒമറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മരുന്ന് പറഞ്ഞിട്ട് ആ ഇഞ്ചക്ഷൻ കിട്ടാനില്ല. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അത് കിട്ടിയിരുന്നെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. പക്ഷെ ആ ഇഞ്ചക്ഷൻ കിട്ടാനില്ല. അപ്പം രണ്ടും കിട്ട ഒരു പരുവത്തിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. സിറ്റി ഉണ്ടായിരുന്നു ഇത്. എന്നിട്ട് ഡോക്ടർ അത്ഭുതമായിട്ട് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നു, ഈ ഇത്രയും സംഭവമായിട്ട് നിന്നിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. ആനി ഡോക്ടറിൻ്റെ അവിടെയാണ് പോയത്. പക്ഷെ ഡോക്ടർ അത്ഭുതമായിട്ട് ഫോട്ടോ വരെ എടുത്ത് ഇവർക്ക് ഇത്രയും അപകടമായിട്ടുള്ള സാഹചര്യത്തിൽ ഇരുന്നിട്ട് ഒരു കുലുക്കോ ഇല്ലാതെ കട്ടയ്ക്ക് നിൽക്കണമെന്നും പറഞ്ഞു. അത് ഇതിലും വലുത് തരണം ചെയ്തവളാണ് എൻ്റെ ചീറ്റി. ഫോട്ടോ എടുത്ത് രണ്ടുമൂന്ന് ഫോട്ടോ എടുത്ത് ചീറ്റി തന്നെ ഇവിടെ അഴിച്ച് വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡോഗിനാണ്. അത് തന്നെ, നമ്മൾ ഒരു പ്രിക്കോഷനും എടുക്കേണ്ട. ആർക്ക് വേണോ ധൈര്യമായിട്ട് കയറി വരാം എൻ്റെ ചീറ്റിയിലെടുത്ത്. എന്തെങ്കിലും ചെയ്യാമ്മ, അത് അത്ഭുതം നടക്കും. ഛർദ്ദിച്ചവളങ്ങ് പോവും. ചെല്ലമ്മ ചെല്ല്, പോയി. മഴ പെയ്യണം, അവളങ്ങ് അകത്ത് കയറി കിടക്കട്ടെ. വയ്യാത്തവളല്ലേ. എൻ്റെ ചായ്പിലാണ് കിടക്കണ ചീറ്റി. കൈ കഴുകിയിട്ട് വാ അമ്മ. പാവല്ലേ. പാല് കൊടുത്താലാത്തുപുരം. ഇവിടെ പൂട്ടില്ല, ഫുൾ സ്വാതന്ത്ര്യത്തിൽ